താളലയ ഭാവത്തോടു കൂടിയുള്ള ചലനങ്ങളാൽ നൃത്തം എന്ന ഭാഷയിലൂടെ സംവദിക്കുന്നവളാണ് നർത്തകി. നമസ്കാരം. നർത്തകി എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ചിട്ടയോടെയുള്ള നൃത്ത പരിശീലനവും വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന സാധനയിലൂടെയുമാണ് ഒരു നർത്തകി രൂപപ്പെട്ടു വരുന്നത്. മംഗളം ടിവിയുടെ നർത്തകി എന്ന പരിപാടിയിലൂടെ ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് പാലക്കാട്ടെ നൃത്തവും സംഗീതവും സമന്വയിക്കുന്ന കൽപ്പാത്തിയിൽ ജനിച്ച് പിന്നീട് ബാംഗ്ലൂരിൽ താമസം മാറ്റുകയും പിന്നീട് അവിടെ നിന്ന് ബേസിക്കലി ഭരതനാട്യത്തിലൂടെ നൃത്തരംഗത്ത് ചുവട് വയ്ക്കുകയും കേരളത്തിൻ്റെ തനത് ലാസ്യ നൃത്തരൂപമായ മോഹിനിയാട്ടത്തിൽ PhD എടുക്കുകയും 2000-ൽ പരം വേദികളിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കുകയും തുടർന്ന് ഇന്ത്യക്ക് അകത്തും പുറത്തും വിദേശത്തുമെല്ലാം പര്യടനങ്ങൾ നടത്തി ഭരതനാട്യത്തിൻ്റെയും മോഹിനിയാട്ടത്തിൻ്റെയും കൾച്ചർ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഡോക്ടർ രേഖ രാജു. സ്വാഗതം മാം. താങ്ക് യു. നമസ്കാരത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭരതനാട്യത്തിലൂടെയാണ് ആദ്യമായി നൃത്തച്ചുവടുകൾ വെച്ചത്. പിന്നീട് കുറച്ചു കാലത്തിന് ശേഷം മോഹിനിയാട്ടത്തിലേക്ക് മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ നമുക്കറിയാം ഭരതനാട്യം എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. പ്രോബ്ലി അതിൽ നാട്യാരംഭം തൊട്ട് എല്ലാ പോസ്റ്റേഴ്സ് എല്ലാം സ്ട്രെയിറ്റ് ലൈൻസ് ആണ്, ഷാർപ്പ് മൂവ്മെൻറ്റ്സ് ആണ്, സ്വിഫ്റ്റ് മൂവ്മെൻറ്റ്സ് ആണ്, എല്ലാം ചടുലമായൊരു നൃത്തമാണ് ഭരതനാട്യം. മോഹിനിയാട്ടം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ലാസ്യഭാവമാണ്, മെയ് വഴങ്ങി കേർവ്സോടുകൂടി അതിൻ്റെ ഒരു സമയമെടുത്ത് ആസ്വദിച്ച് ചെയ്യുന്ന ഒരു നൃത്തരൂപമാണ്. അപ്പോൾ ഇതിൽ ഭംഗിയും കൂടുതൽ തന്നെയാണ്, നമുക്ക് ആസ്വദിച്ച് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു മോഹിനിയാട്ടത്തിൻ്റെ ഭംഗി തന്നെയാണോ ഭരതനാട്യത്തിൽ നിന്ന് മോഹിനിയാട്ടത്തിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള പ്രധാന കാരണം? പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മയ്ക്ക് ആ ക്രെഡിറ്റ്സ് കൊടുക്കുകയുള്ളൂ. ബിക്കോസ് കൽപ്പാത്തി ആയതുകൊണ്ട് അമ്മയ്ക്ക് എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ദറ്റ് ഐ ലേൺ മോഹിനിയാട്ടം. അപ്പോൾ ഞാൻ മോഹിനിയാട്ടം പഠിക്കാൻ തുടങ്ങിയ ആ സമയത്ത് അമ്മയ്ക്കൊരു കൈൻഡ് ഓഫ് തിങ് ദറ്റ് മോഹിനിയാട്ടത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഭരതനാട്യം പഠിച്ചു, കുച്ചിപ്പുടിയും പഠിച്ചു, ഏകദേശം കഥക്കും ഐ വാസ് പ്രാക്ടീസിങ്. നോട്ട് ബിക്കോസ് ഐ വോണ്ട് ടു ബി പ്രൊഫഷൻ ഇൻ ഓൾ ദ ടേംസ്, പക്ഷേ ഐ ജസ്റ്റ് വോണ്ട് ടു നോ, ഹാവ് എ നോളജ്. ആൻഡ് അമ്മയ്ക്ക് ഭയങ്കര ഒരു ചെറുപ്പത്തിൽ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ദറ്റ് ഷീ ഹാസ് ടു ബിക്കം എ ഡാൻസർ. ഒരു കൺസർവേറ്റീവ് ബ്രാഹ്മിൻ ഫാമിലി ആയതുകൊണ്ട് ഗ്രാൻഡ് ഫാദർ അങ്ങനെ അംഗീകരിച്ചില്ല. അപ്പോൾ ഷീ മെയ്ഡ് മീ ഗെറ്റ് ഇൻ ടു എ ഡാൻസ് ക്ലാസ് വെൻ ഐ വാസ് 3.5. ആൻഡ് അതിൻ്റെ ശേഷം ഭരതനാട്യം പഠിക്കാൻ തുടങ്ങി. ആൻഡ് at one point, maybe when I was like around 10 or 11, I started learning Mohiniyattam as well. So, and then as ഒരു maturity ആവുമ്പോൾ I also felt that, maybe എനിക്കും ആ ലാസ്യത്തോടെ ഒരു എന്താ പറയുക ഒരു പ്രണയം ഒരു അങ്ങനെ ആവുമ്പോൾ so I thought I should continue Mohiniyattam. And thankfully അമ്മ ഓൾസോ സെഡ് ദറ്റ് ഐ ഷുഡ് ഡു മോഹിനിയാട്ടം. അപ്പോൾ അങ്ങനെയാണ് അത് പഠിക്കാൻ തുടങ്ങിയത്. ആൻഡ് ഇൻ ദ സെൻസ് മോർ എക്സ്പെരിമെൻസും കൂടുതൽ ശ്രദ്ധിച്ച് അത് ഇങ്ങനെ ചെയ്യുന്നതും. സോ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി എല്ലാം നമ്മുടെ എല്ലാ ഡാൻസ് സ്റ്റൈൽസ് ഓഫ് ഇന്ത്യ ബ്യൂട്ടിഫുൾ ആണല്ലോ, ഏതെടുത്താലും. ബട്ട് എനിക്ക് ബിക്കോസ് ഐ എം ഫ്രം കൽപ്പാത്തി ഓർ ബിക്കോസ് ഐ എം ഫ്രം കേരള, ആ റൂട്ട്സ് മോഹിനിയാട്ടത്തിലായതുകൊണ്ട് ഐ തിങ്ക് ദറ്റ് ലവ്. അപ്പോൾ ഭരതനാട്യം ഇപ്പോൾ ഒപ്പം കൊണ്ടുപോകുന്നുണ്ടോ അതോ അത് മറന്ന് തുടങ്ങിയിരിക്കുകയാണോ? പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ പെർഫോമൻസ് ഓറിയന്റഡ് അല്ല, അത് മോഹിനിയാട്ടത്തിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ശ്രീമതി പത്മിനി രാമചന്ദ്രൻ, അതുപോലെ തന്നെ ശ്രീ ജഗദീഷ് ജനാർദ്ദനൻ, അങ്ങനെ ഒരു ഗുരുക്കന്മാരുടെ ഒരു പട്ടിക ഉണ്ട്. അപ്പോൾ പരിശീലന കാലഘട്ടത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. ഞാനിങ്ങനെ ഐ എം എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. അപ്പോൾ വെൻ ഐ വാസ് ഡൂയിങ് മൈ CA, ഒരു എൻലൈറ്റൻമെൻറ്റ് സെയിങ് ദറ്റ് ഒരു നമുക്കിങ്ങനെ ഞാൻ CA പഠിക്കുമ്പോൾ ഐ വാസ് ഓൾറെഡി പ്ലേസ്ഡ് ഓൾസോ ഇൻ HSBC ഇൻ എ ബാങ്ക്. പിന്നെ അത് വെൻ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ്, അപ്പോൾ എനിക്ക് ഐ ഡിഡ്ന്റ് ഹാവ് ടൈം ടു ഡാൻസ്, ഐ ഡിഡ്ന്റ് ഹാവ് ടൈം ടു പ്രാക്ടീസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഐ ഹാവ് ടു മേക്ക് അപ്പ് മൈ മൈൻഡ് ഡാൻസിലായിരിക്കോ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്താണ് ഫിക്സ്. അപ്പം പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ ലെറ്റ് മീ സ്റ്റാർട്ട് ഡൂയിങ് ഡാൻസ് ആസ് എ ഫുൾ ടൈം.
അപ്പോഴാണ് then is when I got into do my masters in performing arts. ഓക്കെ. അത് കഴിഞ്ഞിട്ട് what next? അപ്പോൾ പിന്നെ നമുക്ക് ഓൾറെഡി വി ഹാവ് സർട്ടൻ പ്ലാൻസ് അല്ലേ, നമ്മൾ അങ്ങനെയല്ലേ നമ്മുടെ ജീവിതം. അപ്പോൾ ഒരു ഓക്കെ ലെറ്റ് മീ സ്റ്റാർട്ട് ഡൂയിങ് മൈ PhD. അപ്പോഴാണ് ഞാൻ ജനാർദ്ദൻ മാസ്റ്ററെ കണ്ടേ. ആൻഡ് ജനാർദ്ദൻ മാസ്റ്റർ, ആസ് യു ഓൾ നോ, ഇസ് എ ഗ്രേറ്റ് കഥകളി ആർട്ടിസ്റ്റ് ഓൾസോ. അപ്പോൾ ദെൻ ഇറ്റ് ഹെൽപ്പ് മീ ഇൻ മൈ തീസീസ് ആസ് വെൽ. സോ അങ്ങനെയാണ് ഞാൻ എൻ്റെ തീസീസും കണ്ടിന്യൂ ചെയ്തത്. തീസിസ് ഇങ്ങനെ റിസർച്ച് ചെയ്തിട്ടുള്ളത് മാർഗി ആൻഡ് ദേശി ടെക്നിക്സ് ഇൻ ഭരതനാട്യം ആൻഡ് മോഹിനിയാട്ടം രണ്ടിൻ്റെയും ഒരു കമ്പാരറ്റീവ് സ്റ്റഡിയാണ് തീസിസ് ചെയ്തിരിക്കുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ എന്തുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം? അതിൻ്റെ ഒരു ഫൈൻഡിങ്സിനെ കുറിച്ചും ഒബ്സർവേഷൻസിനെ കുറിച്ചും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ? നമ്മൾ when we talk about Margi and Desi techniques, the basic thing is about our നമ്മുടെ repertoire ആവട്ടെ, അല്ലെങ്കിൽ what are the clean nuances of both the art forms ആണ് നമ്മൾ നോക്കുന്നത്. So as an artist, and then as a person who wants to explore Mohiniyattam, for me it was, I wanted to make Mohiniyattam more communicative, more colloquial to people who don't know Mohiniyattam. Okay. അതുകൊണ്ടാണ് ഞാൻ I chose poetry in different languages. And അതിനെ എങ്ങനെയാണ് നമ്മൾ ആ ട്രഡീഷണൽ ബൗണ്ടറി, വിതിൻ ദ ട്രഡീഷണൽ ബൗണ്ടറി, ഹൗ ഡു യു ബ്രിങ് അബൌട്ട്? അപ്പോൾ my thesis was completely practical based only. It was, though I had a lot of theoretical subject to it, but practically നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതാണ് ഞാൻ കൂടുതൽ ഇത് ചെയ്തത്, ഫോക്കസ് ചെയ്തത്. So that's how my thesis began. And finally we said that first of all, art has no language, or art has no barrier. The more we delve into art, the more we get deeper into it. Exactly. ആരുടെ ഗൈഡൻസിലായിരുന്നു ഈ റിസർച്ച് പ്രോഗ്രസ് ചെയ്തത്? ഫസ്റ്റ് ഓഫ് ഓൾ ഡോക്ടർ ഷീല ശ്രീധർ ആയിരുന്നു എൻ്റെ ഗൈഡ്, ആൻഡ് പ്രൊഫസർ ജനാർദ്ദനൻ സർ ഓൾസോ, who was my external guide. So both of them helped me in doing my research to whatever extent I could do it. Okay. അപ്പോൾ ഈ ഒരു ടെക്നിക്സ് എല്ലാം, അതായത് ഇപ്പം നൃത്യധാമ ടെമ്പിൾ ഓഫ് ഫൈൻ ആർട്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു ടെക്നിക്സും ഈ റിസർച്ച് ഫൈൻഡിങ്സ് എല്ലാം അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ? I started my dance academy when I was 16. Okay. അപ്പോൾ my main intention of beginning Nrityadhama, that art should cater to all the children, may it be rich or poor, അല്ലെങ്കിൽ from village or from ഇത് ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആണെങ്കിലും അത് അവർക്കൊരു അഭിരുചി ഉണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. അത് ഞാൻ വായിക്കുണ്ടായി, അങ്ങനെ ഒരു പ്രധാന ലക്ഷ്യം നൃത്യധാമയുടെ പുറകിലുണ്ട്. അതാണ്. അപ്പോൾ നമ്മൾ ഭരതനാട്യം ഇസ് സംതിങ് ദാറ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു ആർട്ട് ഫോമാണ്. അപ്പോൾ മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ ആ ഒരു നൃത്തരൂപം ഫോർ സ്റ്റുഡൻസ് ഹു ഡോണ്ട് ഈവൻ നോ വാട്ട് ഇറ്റ് ഇസ്, അവർക്ക് ഇഫ് ഇറ്റ് ഹാസ് ടു അവിടെ എത്തിച്ചെല്ലണമെങ്കിൽ വാട്ട് ആർ ദ മോഡ്സ് ദാറ്റ് ഐ ക്യാൻ ഡു. ഓക്കെ. സോ ദാറ്റ് വാസ് ദ മെയിൻ റീസൺ വൈ ഐ സ്റ്റാർട്ട് ഇൻ നൃത്യധാമ. ഓക്കെ. ആൻഡ് അത് മാത്രമല്ല, ഇപ്പോൾ ഒരു ചില സമയത്ത് സംടൈംസ് ഒരു ഗുരു ആവുമ്പോൾ ആ ഗുരുവിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിന് ഭയങ്കര ഒരു അതൊക്കെ മാറ്റിയെടുത്ത് അതാണ് നൃത്യധാമ ടെമ്പിൾ ഓഫ് ഫൈൻ ആർട്സ്. ബിക്കോസ് എൻ്റെ സ്റ്റുഡൻസ് ഒക്കെ വാട്ട് എവർ എന്ത് വേണമെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കാം. ദേ കെൻ ടോക്ക് ടു മീ, ദേ കെൻ ടോക്ക് ടു ഓൾ ദി അതർ ഗുരൂസ്. അപ്പം ഞാൻ ഒരിക്കലും പറയൂല ഇവരുടെ അടുത്ത് പഠിക്കരുത് അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് പഠിക്കരുത്, ഒരിക്കലും പറയൂല. വിച്ച് some of the people have already told me. I'm not talking about anyone else, but എൻ്റെ ഒപ്പീനിയനാണ്. സോ ദാറ്റ് ഇസ് ദ മോട്ടീവ് ഓഫ്. എന്തൊക്കെ ആർട്സ് ആണ് അവിടെ പഠിപ്പിക്കുന്നത്? ഡാൻസ്, ഭരതനാട്യം, മോഹിനിയാട്ടം പറഞ്ഞു. അത് കൂടാതെ തന്നെ സംഗീതവും ഇൻസ്ട്രുമെന്റ്സ്, അങ്ങനെ എന്തൊക്കെ ജോണറിലുള്ള ആർട്സ് ആണ് ഇവിടെ പഠിപ്പിക്കുന്നത്? കർണാട്ടിക് വോക്കൽസ് ഉണ്ട്, മൃദംഗമുണ്ട്, കൊന്നക്കോൽ പഠിപ്പിക്കുന്നുണ്ട്, നട്ടുവാങ്കം, യോഗ, and of course നമ്മുടെ theoretical knowledge also is a must for students. അപ്പോൾ അതുണ്ട്. ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് അവിടെ നോക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ അതിന് നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനുള്ള ടീച്ചേഴ്സിൻ്റെ എക്സ്പെർട്ടൈസും സ്റ്റാഫ് ലെവലൊക്കെ ചൂസ് ചെയ്യുന്നത്? ഡു യു ഹാവ് എനി സ്പെഷ്യൽ സെലക്ഷൻ കാറ്റഗറി, അല്ലെങ്കിൽ ഹൗ ഡസ് ഇറ്റ് ഓവറോൾ വർക്ക്?
I don't have any special category like that. What happens is my own senior students become teachers over there in the academy and teach the students. Okay. Appo, as I said, again it comes back. അതെ, The relationship between the acharya and the disciple is very, very. അപ്പോൾ ഈ നൃത്യധാമയ്ക്ക് വീണ്ടും ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ അഫിലിയേഷനും അതിൻ്റെ റെക്കഗ്നേഷനും എങ്ങനെയാണ്? ഇപ്പോൾ നൃത്യധാമയിൽ അഭ്യസിച്ച് ഇറങ്ങുന്നവർക്ക് ഏത് ലെവലിലാണ് അവരുടെ ആക്സെപ്റ്റൻസ് ഉള്ളത്? ലൈക്ക് കർണാടകയിൽ മാത്രമാണോ, അതോ ഇന്ത്യക്ക് പുറത്തുമുണ്ടോ, മറ്റ് സ്റ്റേറ്റ്സിലും അതിൻ്റെ ആക്സെപ്റ്റൻസ് ഉണ്ടോ? അതിൻ്റെ റെക്കഗ്നേഷനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ദാറ്റ് ഡാൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് നോട്ട് ഡാൻസിങ്. ഡാൻസിന് റിലേറ്റ് ചെയ്ത പ്രൊഫഷൻസ് കുറേ ഉണ്ട്. കോസ്റ്റ്യൂം ഡിസൈനർ, മേക്കപ്പ് ആർട്ടിസ്റ്റ്, സൗണ്ട് ടെക്നീഷ്യൻ, ലൈറ്റ് ടെക്നീഷ്യൻ, കുറേ ആവാം. അപ്പോൾ താങ്ക്ഫുള്ളി മൈ സ്റ്റുഡൻസ്, ഈച്ച് പേഴ്സൺ ഈസ് വെൽ വേഴ്സ്ഡ് ഇൻ ലോട്ട് ഓഫ് തിങ്സ്. ഇപ്പോൾ ലൈക്ക് ദർ ആർ 2-3 people who have been placed as dance teachers in international schools and ഒരു നല്ലൊരു പോസ്റ്റിലാണ് അവർ. ആൻഡ് അത് മാത്രമല്ല, even if they take up medicine or engineering, they still continuing dance. Okay. And they have been recognized all over the country also as good soloists and all that. That is the thing. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു ഡിഫറെൻ്റ്, അതായത് ഇപ്പം പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ വർക്കിംഗ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രൊഫഷൻ ഓൾറെഡി ഉണ്ടെങ്കിൽ അങ്ങനെ ഡിഫറെൻ്റ് എല്ലാ കാഡറിലുള്ളവർക്ക് അഭ്യസിക്കാൻ പറ്റുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഫോളോ ചെയ്യുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. ഇതിൽ നമ്മൾ നേരത്തെ സംസാരിച്ചു, കുറച്ച് ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആണെങ്കിലും അവർക്ക് കലയിലൂടെ അവരുടെ ഒരു ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്ന രീതിയിലുള്ളവരാണ്. അപ്പം ഇങ്ങനെ പ്രത്യേകിച്ച് ഈ ഒരു തോട്ട് വരാനായിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ ബേസിക് റീസൺ? എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് തന്നെ, മൈ ഓൺ ലൈഫ് എക്സ്പീരിയൻസ്. ചെറുപ്പത്തിൽ when I started dancing, of course ഒരു നല്ല നിലയിലായിരുന്നു ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് അച്ഛനൊരു ബിസിനസ് ലോസും, പിന്നെ ഞങ്ങൾ തന്നെ വി വർ ഇൻ വെരി വെരി ബാഡ് സിറ്റുവേഷൻ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ദർ ആർ ഗുറൂസ് ഹൂ സെഡ് ദാറ്റ് they will not teach me without a fees. അപ്പോൾ it was definitely very heart wrenching, ഞാൻ പറയാം, ബിക്കോസ് ഞാൻ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ ദർ ആർ ലോട്ട് ഓഫ് ഇൻസ്റ്റൻസസ് വെയർ ഇപ്പോൾ നമ്മൾ ദ മിനിറ്റ് വി സേ ദറ്റ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ശരിയല്ല എന്ന് പറഞ്ഞ ആ ഒരു മിനിറ്റ് തന്നെ ദർ ആർ പീപ്പിൾ ഹൂ കംപ്ലീറ്റ്ലി ഡൗൺ ട്രോഡൻ യു. The way they look at you also is very different. Artനെ also commercialize ചെയ്യുന്ന ഒരു absolutely, and I am a live example of that. അപ്പോൾ that was the main reason I thought that ഞാനൊരു സ്ഥാപനം തുടങ്ങിയാൽ അതിൽ we'll have all the students over there, no matter what
what എന്താണ് അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ളത്. ഏത് സ്റ്റേപ്പ് നേരത്തെ പറഞ്ഞു ഒരു സ്റ്റേജിൽ എത്തിയപ്പോഴത്തേക്കും ഫിനാൻഷ്യലി സൗണ്ട് അല്ലാത്തതിനാൽ ഗുരുവിനെ സമീപിക്കുകയും അവർ തിരസ്കരിക്കുകയും ചെയ്യപ്പെട്ട ഒരു സിറ്റുവേഷനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ സംസാരിച്ചു. അപ്പം ലൈഫിൻ്റെ ഏത് സ്റ്റേജിൽ വെച്ചിട്ടാണ് എക്സാക്ട്ലി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നത്? അത് ഐ വാസ് ഓൺലി 10 years old. അപ്പോൾ ഭയങ്കര ചെറുപ്പമാണ്. അപ്പോൾ ഇത് ഞാൻ ആരും കുറ്റം പറയുന്നില്ല. പക്ഷേ ഒരു കുട്ടി പഠിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവുമ്പോൾ, ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഒരു ആഗ്രഹം ഉണ്ടാവുമ്പോൾ ഏകദേശം എന്താ ഗുരു സേസ് ഫീസ് ഇല്ലാതെ പഠിപ്പിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ യു നോട്ട് ഫിറ്റ് ടു ബി ദെയർ, ഇല്ലെങ്കിൽ ചില സമയത്ത് പേരൻസിനെ ഗേറ്റിൻ്റെ അകത്തും കേറ്റാതെ അങ്ങനെ തിരിച്ചയച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ ചിലപ്പോൾ ഞാൻ ഐ വാസ് ഓൺലി 10 years old. പക്ഷെ ഇപ്പോഴും അതൊക്കെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ നിൽക്കുക. അത് അപ്പോൾ അതൊക്കെ ആയിരിക്കും എനിക്കൊരു ആ ഒരു ഐ ഫെൽ ദറ്റ് ഓക്കെ ഇതാണ് എൻ്റെ ഇതാണ് ജീവിതം. ആൻഡ് നമ്മളൊരു നല്ല നിലയിൽ എത്തുമ്പോൾ മാത്രമാണ് ആൾക്കാർ നമ്മൾ നോക്കുന്നത്. ആ ഒരു സ്റ്റേജാണ് നമ്മൾ ആൾക്കാർ നോക്കുന്നത്. നമ്മൾ കിടന്നു വന്ന ആ ഒരു പാത്തുണ്ട്. അപ്പൊ അത് ആരും ശ്രദ്ധിക്കൂല, ആൾക്കാർക്ക് അത് ഇറ്റ്സ് നോട്ട് നെസസറി ഫോർ ദം. ബട്ട് ആസ് എ പേഴ്സൺ ഹു ഹാസ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ്, ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആർട്ട് മീൻസ് ഇറ്റ്സ് കേറ്റേഴ്സ് ടു എവ്രി വൺ. അപ്പോൾ if you want to be a good artist or if you want to learn something, it's just not about dance and music. Either art form, if you want to learn, it is not the financial status at all. ഓക്കെ. അപ്പോൾ പറഞ്ഞു 10 വയസ്സിലാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നത്. അപ്പോൾ അത് മോഹിനിയാട്ടം അഭ്യസിക്കാൻ പോയപ്പോൾ തന്നെയാണോ ഈ ഒരു സിറ്റുവേഷൻ ചലഞ്ചിങ് ആയിട്ട് ഫേസ് ചെയ്യേണ്ടി വന്നത്? അല്ലല്ല, ഇറ്റ്സ് നോട്ട് മോഹിനിയാട്ടം. ഇറ്റ് വാസ് മൈ ഫസ്റ്റ് ഭരതനാട്യം സ്റ്റേജ്. അപ്പോൾ ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് പിന്നീട് പോകുന്നത് ആരുടെ അടുത്തേക്കാണ്? എവിടെയാണ് ഒരു അക്സെപ്റ്റൻസ് പിന്നെ ലഭിക്കുന്നത്? അതിന് ശേഷം ഓൾമോസ്റ്റ് 2-3 years ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഐ ഹാഡ് ടു ഡിസ്കണ്ടിന്യൂ ബിക്കോസ് we had no source of finance where എൻ്റെ സ്കൂളിലും it was good because my father സ്കൂളിംഗ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. സ്കൂളിംഗ് കണ്ടിന്യൂ ചെയ്തു ബിക്കോസ് my father when he was good in his business കുറേ ചാരിറ്റി ചെയ്തിട്ടുണ്ട് ആ സ്കൂളിൽ തന്നെ. And it was a convent school. അപ്പോൾ ഓൾമോസ്റ്റ് 2-3 years അവർ എൻ്റെ they didn't even take my fees. അപ്പോൾ സ്കൂളിംഗ് was continuing. സ്കൂൾ ലെവലിൽ അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു മാനേജ്മെന്റ്, അതിനൊരു തടസ്സം ഒന്നുമില്ല. അപ്പോൾ അത് 2-3 years കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി when I was 3.5 I started. അപ്പോൾ 6-7 years ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഡാൻസും പാട്ടും ഇതെല്ലാം റിലേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കുട്ടിക്ക് at one point when they say there's no dance, അപ്പോൾ ആ കുട്ടിൻ്റെ മനസ്സിൽ ഒരു ഡിപ്രഷൻ ഉണ്ടാവും. ഒരു 10 വയസ്സുകാരിക്ക് ആ ഒരു സ്റ്റേജിൽ തന്നെ അങ്ങനെ ഡിപ്രഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു കുട്ടിക്ക് ഇങ്ങനെ കുറേ ഡെയിലി ഒന്നിങ്ങനെ വാങ്ങിച്ചു കൊടുത്തോണ്ടിരുന്നാല് പെട്ടെന്ന് ഇഫ് യു സ്റ്റോപ്പ്, ആ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇത്. ആൻഡ് ദെൻ ഐ എം ദി ഓൺലി ഡോട്ടർ, ഒറ്റ മോളാണ്. അപ്പോൾ ഇറ്റ്സ് ഓൾ എ മാറ്റർ ഓഫ് ഭയങ്കരമായിട്ട് ഒരു ഡിപ്രഷൻ എനിക്ക് ഐ ഡോണ്ട് ഈവൻ നോ വാട്ട് ഇറ്റ് ഈസ്. ഇപ്പോഴാണ് നമുക്ക് അറിയുന്നത് റീസൺ എന്താണ് എന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നു ആ സമയത്ത്. ഡെഫിനറ്റ്ലി ഐ വാസ് ഫീലിംഗ് ദാറ്റ് എന്തോ ഒരു സംതിങ് ദാറ്റ് ഈസ് ഐ ഹവ് ലോസ്റ്റ് ബട്ട് ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. ചെറിയ കുട്ടിയാകുമ്പോൾ യു ഡോണ്ട് നോ അല്ലേ. പിന്നീടല്ലേ നമ്മൾ തിരിച്ചറിയുന്നത് ദിസ് ഇസ് വാട്ട് ഇസ് കോൾഡ് ഡിപ്രഷൻ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ദെൻ മൈ മദർ അപ്രോച്ച്ഡ് കലാമണ്ഡലം ഉഷ ദാത്തർ. ആൻഡ് അവരാണ് പിന്നീട് ഐ സ്റ്റാർട്ടഡ് അഗൈൻ ഡൂയിങ് ഡാൻസ്. ആൻഡ് താങ്ക്ഫുള്ളി തിങ്സ് വെന്റ് ഓൺ വെൽ. ഓക്കെ. അപ്പോൾ ഉഷ ദത്താർ അവിടെ നിന്ന് പിന്നെ റീസ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്ന് പിന്നെ എത്ര കാലം അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞു? അവിടെ ഐ വാസ് ദെയർ ഫോർ ഓൾമോസ്റ്റ് എൻ്റെ മാസ്റ്റേഴ്സ് ഇൻ പെർഫോമിംഗ് ആർട്സ് വരെ അവിടെ തന്നെയായിരുന്നു. ഓക്കെ. പിന്നീട് അവിടെ നിന്ന് അപ്പോൾ ഭരതനാട്യം, അതിനിടയിലാണ് മോഹിനിയാട്ടത്തിനുള്ള ഒരു ട്രാൻസിഷൻ വന്നത് അല്ലേ? അപ്പം ആസ് എ ഗുരുവിൻ്റെ എന്തായിരുന്നു ഒരു അഭിപ്രായം? ലൈക്ക് ഒരു സ്റ്റുഡൻറ്റ് വന്ന് പറയുകയാണെങ്കിൽ ഭരതനാട്യത്തിൽ ചുവട് വയ്ക്കാൻ ആരംഭിച്ചിട്ട് ഭരതനാട്യത്തിൽ നിന്ന് മോഹിനിയാട്ടത്തിലേക്ക് ആണ് എൻ്റെ താല്പര്യം മാറിക്കൊണ്ട് വരുന്നത് എന്ന് പറയുമ്പോൾ ഒരു ഗുരുവിൻ്റെ മുഖത്തിൽ നിന്ന് കിട്ടിയ അഡ്വൈസ് എന്തായിരുന്നു?
Thankfully, I think all my gurus till date, they've always been very supportive. Means, രേഖയ്ക്ക് എന്ത് തോന്നുമോ അത് മാത്രം ചെയ്താൽ മതി, പക്ഷേ ആ ചിട്ടയിൽ തന്നെ ചെയ്യണം. ഓക്കെ, ദാറ്റ് വാസ് ദ തിങ്. ആ ഡിസിപ്ലിൻ വിടരുത്. സോ ഈവൻ ഇഫ് യു പ്രാക്ടീസ് ഭരതനാട്യം, ഈവൻ ഇഫ് യു പ്രാക്ടീസ് മോഹിനിയാട്ടം, ആ ഒരു ട്രഡീഷണൽ ഫോം തന്നെ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് സിൻസിയർലി പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് ദി ആർട്ട് ഫോം വിൽ കം ടു യു. അതെ അതെ. സോ അങ്ങനെയായിരുന്നു എൻ്റെ ഗുരു പറഞ്ഞത്. ആൻഡ് ഞാൻ അരങ്ങേറ്റം ചെയ്യുമ്പോഴും ഇറ്റ് വാസ് ഓൺലി ഭരതനാട്യം. ഐ ഡിഡ്ന്റ് ഡു മോഹിനിയാട്ടം അറ്റ് ഓൾ. ദോ ഐ വാസ് ഡൂയിങ് എ ലോട്ട് ഓഫ് സ്മോൾ ഷോസ് വിത്ത് ദ ഗുരു ഇൻ മോഹിനിയാട്ടം. അങ്ങനെയായിരുന്നു. പിന്നെ നമ്മുടെ അവിടുത്തെ അരങ്ങേറ്റം ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. ഒരു മെച്യൂരിറ്റി ലെവൽ വന്ന ശേഷമാണ് മാത്രമാണ് നമ്മൾ അരങ്ങേറ്റം ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വിൽ ബി 1.5 hour 2 hours ആ ഒരു പ്രോഗ്രാം ആയിരിക്കും. വേറെ എല്ലാം റൈറ്റ് ഫ്രം ദ തോടയം ടിൽ ദ തില്ലാന ഒരു ഡാൻസർ തന്നെ അവിടെ പെർഫോം ചെയ്യും. കംപ്ലീറ്റ് മാർഗം. ആൻഡ് അത് മാത്രമല്ല, നമ്മുടെ ഭാവങ്ങൾ, നവരസങ്ങൾ വെൻ വി ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, അത് അപ്പോൾ മാത്രമാണ് ചെയ്യിപ്പിക്കുന്നത്. അതെ അതെ അതെ. ഓക്കെ. അപ്പോൾ ഈ നമ്മളൊരു മാർഗം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ പറഞ്ഞ മാതിരി ഈ നവരസങ്ങളെക്കുറിച്ചുള്ള ഒരു ഗ്രാഹ്യം നമുക്ക് ലഭിക്കേണ്ട ഒരു പ്രായം, അതായത് എല്ലാ രസങ്ങളും എല്ലാ പ്രായത്തിലും നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ശൃംഗാരമാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഒരു 10 വയസ്സുകാരിക്ക് ശൃംഗാരം എന്താണ് എന്നുള്ളത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ഏജ് ലെവലിന് അപ്രോപ്രിയേറ്റ് ആയിട്ടാണ് ആക്ച്വലി നമ്മൾ അരങ്ങേറ്റത്തിന് ആ കുട്ടി ഫിറ്റ് ആണോ എന്ന് നമ്മൾ ഇൻ ദ സെൻസ് ഗുരു ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നത്തെ രീതികളിലൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് കുറച്ച് കാലം പഠിക്കുക, ചിലപ്പോൾ ഒരു 2 വർഷം പഠിക്കുക, അല്ലെങ്കിൽ 4 വർഷം 5 വർഷം പഠിക്കുക, അത് കഴിഞ്ഞിട്ട് ഉടനെ അവർ അരങ്ങേറ്റത്തിലോട്ട് പോവുകയാണ്, പെർഫോമൻസിലേക്ക് പോവുകയാണ്. അപ്പം ഇതിനോടൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഈ ഒരു അപ്രോച്ചിനോട്? ഐ എം സ്ട്രിക്ട്ലി അഗെയിൻസ്റ്റ് ദറ്റ് അപ്രോച്ച്. ബിക്കോസ് ഞാനത് ഫോളോ ചെയ്യാറില്ല. ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് ആയാലും ആ ഒരു ഭാവങ്ങൾ അൺലെസ് ദേ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഈസ്, ഞാൻ ഒരിക്കലും അരങ്ങേറ്റത്തിന് സമ്മതിക്കില്ല. ഓക്കെ. ദാറ്റ് മേ ബി ഐ എം എ വെരി സ്ട്രിഞ്ചൻറ്റ് ആചാര്യ, ബട്ട് അതാണ് ഐ തിങ്ക് ദാറ്റ് ഇസ് ദ റൈറ്റ് തിങ് ടു ഡു. ദാറ്റ് ഇസ് വാട്ട് നമ്മുടെ ഗുരുക്കൾ അതാണ് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് വി വിൽ കണ്ടിന്യൂ ദ ലെഗസി ഓൾസോ. മറ്റേവർ ചെയ്തത് ഐ ഹാവ് നത്തിങ് അഗെയിൻസ്റ്റ് ഇറ്റ്, പക്ഷേ ഐ വിൽ നോട്ട് ലെറ്റ് ഗോ ഓഫ് സജസ്റ്റ് ചെയ്യില്ല. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ആ ടോപ്പിക്കിലേക്ക് തിരിച്ച് വരികയാണെങ്കിൽ, ഇപ്പോൾ മോഹിനിയാട്ടത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ബേസിക്കലി തോന്നുന്ന ഒരു സംശയമാണ്. കാരണം ഒരു ഭരതനാട്യം ഡാൻസർ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആ ഒരു ചടുലതയും ആ ഒരു നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ലൈൻ പോസ്റ്റേഴ്സും എല്ലാം നമ്മളിൽ ഇങ്ങനെ ഊറി നിൽക്കുകയായിരിക്കും. അതിൽ നിന്ന് മോഹിനിയാട്ടത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല. കാരണം അതിൻ്റെ ആ ഒരു കേർവ്സും ആ ഒരു ചുഴിപ്പും ആ ഒരു ഭംഗിയും കിട്ടണമെങ്കിൽ ആ ഒരു മെയ്വഴക്കം കിട്ടണം. ഇപ്പോൾ മെയ്യടവാണെങ്കിൽ ആ അടവുകളിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയുണ്ടായിരുന്നു? ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് എങ്ങനെയുണ്ടായിരുന്നു? ട്രാൻസിഷൻ ഡെഫിനറ്റ്ലി വാസ് ടഫ്. ഡെഫിനറ്റ്ലി വാസ് ടഫ്. ബിക്കോസ് ഒരു 7-8 years ലൈൻസ് ഇങ്ങനെ നിന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട് വിത്ത് പ്രോപ്പർ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ നിന്ന് സ്പൈനൽ കോഡൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ പിന്നെ പെട്ടെന്ന് ഞാൻ പറയൂല, ബിക്കോസ് ഐ വാസ് സ്റ്റിൽ പ്രാക്ടീസിങ്. പക്ഷേ വെൻ ഐ ടേക്കിംഗ് ദിസ് ആർട്ട് ഫോം സീരിയസ്ലി, അപ്പോൾ ഐ ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് വാട്ട് ഐ എം ഡൂയിങ് വിൽ നെവർ ഈവൻ ഷാഡോ ഭരതനാട്യം. ഓക്കെ. അപ്പോൾ that was a difficult thing. And then thanks to my gurus who have always, even now also, gurus correct me and I still get corrected. And it's all എല്ലാം ഒരു പ്രോസസ് അല്ലേ? അൺലെസ് every day is a learning experience. അല്ല, every day is a lesson is what even Shakespeare says. അപ്പോൾ നമ്മൾ ഡെയിലി ഇങ്ങനെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ പഠിച്ചാൽ മാത്രമാണ് നമ്മൾ ഒരു കംപ്ലീറ്റ് ആർട്ടിസ്റ്റ് ഒരിക്കലും ആവാൻ പറ്റൂല. ഐ ഡോണ്ട് തിങ്ക് എനിബഡി ക്യാൻ. പക്ഷേ ഏകദേശം അറ്റ്ലീസ്റ്റ് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് നമ്മൾ ഒരു ജസ്റ്റിഫിക്കേഷൻ കൊണ്ടുവരും ആ ആർട്ട് ഫോമിൽ. സോ ദാറ്റ് ഇസ് വാട്ട് ഐ ഓൾസോ ബിലീവ്. And thanks to my gurus only who
who have made sure that every small little changes do occur in my ഇപ്പോൾ നമ്മൾ ഉഷ ദത്താറിനെ പറ്റി മാത്രമാണ് നമ്മളിപ്പോൾ ഗുരുസ്ഥാനത്ത് നിന്ന് സംസാരിച്ചിരുന്നത്. അപ്പോൾ ഭരതനാട്യം മോഹിനിയാട്ടം അതുവരെ അഭ്യസിക്കുന്ന രീതിയിൽ ഒരു ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ നിന്ന് മറ്റ് എന്തൊക്കെ ആർട്ട് ഫോംസ് ആണ് എക്സ്പ്ലോർ ചെയ്യണം, അതിലൊക്കെ ഉള്ളൊരു താല്പര്യം തോന്നി തുടങ്ങിയത് ഏതൊക്കെ ആർട്ട് ഫോംസിലായിരുന്നു? ഇപ്പം ഞാൻ കലാമണ്ഡലം സുഗന്ധി മാമിൻ്റെ അടുത്താണ് പഠിക്കുന്നത്. ആൻഡ് സുഗന്ധി മാമിൻ്റെ പഠനം is more based on Natyashastra and more of those movements and all that, which again is an eye-opener. അത് മാത്രമല്ലാതെ I've learned Kuchipudi and I've learned Kathak. I've learned Odissi also. It's not that ആ ഒരു ആർട്ട് ഫോമിനെ പ്രൊഫഷണലായിട്ട് സ്റ്റേജിൽ കൊണ്ടുപോകുന്ന ആ ഒരു നിലയ്ക്കല്ല ഞാൻ നോക്കുന്നത്. ഔട്ട് ഓഫ് ഇൻട്രസ്റ്റ്. ആൻഡ് അത് ചെയ്യുമ്പോൾ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് charis that you use, or what is a movement that is ഇത്. For example, if I'm a മോഹിനിയാട്ടം dancer, മോഹിനിയാട്ടത്തിലും ഒഡിസിലും എന്താ ഒരു വ്യത്യാസത അല്ലേ? അതാണ് കറക്റ്റ്ലി ഫിഗർ ഔട്ട് ചെയ്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഫിഗർ ഔട്ട് ചെയ്യുന്നില്ല. ഇറ്റ് ഇസ് സി ഐ ബിലീവ് ദാറ്റ് ആസ് ഐ ടോൾഡ് യു എവറി ഡേ ഇസ് എ ലെസൺ അല്ലേ. അപ്പോൾ നമ്മൾ വാട്ട് എവർ വി ഡു ഈസ് ലൈക്ക് ഗെയിനിങ് നോളജ്. നമ്മൾ എന്ത് now for example we don't stop when we are in 7th standard. We finish our 10th, we finish our 12th. പിന്നെ അതിനുശേഷം whatever നമ്മുടെ ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേഷനോ അങ്ങനെ. I think even arts is like that. ഓരോരു കാലഘട്ടത്തിൽ ഓരോരു ഇങ്ങനെ ചിന്തിക്കണം, അതിൻ്റെ കുറിച്ച് അന്വേഷണം നടത്തണം. ആൻഡ് the more you develop knowledge, the more you become full, called complete. ഓക്കെ. അപ്പോൾ ഇതിലിനി മറ്റുള്ള സംഗീതം അഭ്യസിക്കണം എന്നുള്ള ഒരു താല്പര്യം തോന്നിയതും ഇതിൽ ഏത് സ്റ്റേജിലായിരുന്നു? എൻ്റെ അമ്മയാണ്. അമ്മ പാടും. അമ്മ തന്നെയാണ് എല്ലാത്തിനും ഒരു ബാക്ക് ബോൺ അല്ലേ? താങ്ക്സ് ടു ദാറ്റ് മദർ. യെസ്, താങ്ക്സ് ടു ദ മദർ. അമ്മ ഷീസ് ലേൺഡ് മ്യൂസിക്. അപ്പോൾ ഏകദേശം എൻ്റെ വീട്ടിൽ എപ്പോഴും മ്യൂസിക്. അപ്പോൾ മേ ബി ഐ എം മോർ ഇൻക്ലൈൻ ടു ദാറ്റ് ഓൾസോ. ആൻഡ് sometimes Janardhan sir avate or Sugandhi ma'am avate അല്ലെങ്കിൽ Usha ma'am avate, they've always told that when you're an artist, everything is important. Layam is important, ragam is important, shruti is important, everything is a part of the artist. അപ്പോൾ അതുകൊണ്ടാണ് I started learning music, I started learning mridangam, I started giving more attention to natwangam. I started paying more attention to konnakol. Not that I want to master all of it. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ വാട്ടിനോൾ മാറ്റങ്ങൾ കൊണ്ടുവരാം. നമ്മുടെ ഇതിൻ്റെയൊക്കെ ഒരു ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നർത്തകിക്ക് ആ ഒരു പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നൃത്യധാമയിലും ഇതിൻ്റെ എല്ലാം ഒരു അവയർനെസ് അവിടെ വരുന്ന കുട്ടികൾക്കും കൊടുക്കുന്നത് അല്ലേ? ഓക്കെ, ഗുഡ്.